ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. പുള്ളി തിരുവല്ലയിലുള്ളതാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ നാട്ടുകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പേ തിരുവല്ലയിൽ പോയി താമസിക്കുന്നതാണ്. വന്നിട്ടുണ്ട്. ഇതാണ് തിലകൻ. തിലകൻ എന്നാണ് പേര്. മീൻ മീൻ ജീവനോടെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒത്തിരി സബ്സ്ക്രൈബർമാർ നമ്മളോട് ജീവനോടെയുള്ള മീൻ വേണമെന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ള മീൻ ഇപ്പോൾ കുറവല്ലേ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് മീൻ എടുക്കാം. ഇനി കൂടെ ഞങ്ങൾ മീന് ജീവനോടെ ഇങ്ങനെ ഇട്ടേക്കാണ്. നമ്മൾ ഒരു മീനും ചാകത്തില്ല. ഇതിനകത്ത് കൊഞ്ച്, കരിമീൻ, 2-3 കുറുവായേ ഉള്ളു. മൂന്നാലോ ഉണ്ട്. കൊഞ്ചിനെ അങ്ങനെ പിടിക്കരുത്. കടിക്കുകയല്ല, നമ്മുടെ ഇങ്ങനെ പിടിക്കാവുള്ളൂ. ഈ വാല് കണ്ടോ? ഈ വാല് കൊണ്ട് ഇത് ഇങ്ങനെ ഒരു അടി അടിക്കുമ്പോൾ ഇവിടുത്തെ ഈ സൂചി പോലുള്ളത് നമ്മുടെ കയ്യൊക്കെയുള്ളൂ. മുറിയും അതാണ്. എല്ലാം ചെയ്യാനുള്ള മീൻ തന്നെയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ നമുക്ക് കൂടിനകത്തേക്ക് എടുക്കാം. വലിയ കരിമീൻ. വലിയ കരിമീൻ ഇപ്പം കിട്ടുന്ന എല്ലാം ഈ സൈസ് കരിമീനാണ്. ഒരു കൂട് പോരാല്ലോ അല്ലേ? ഇതിനിപ്പം ഇല്ല, ജീവനോടെ കിടക്കത്തില്ല. ഇത് കൂട്ടിനകത്തേക്ക് എടുക്കാം. അത്ര വലിയ കൊഞ്ചൊന്നും ഇല്ല. ചെറുത് മീൻ കരിമീനാണ്. അത് ഞാൻ എടുത്തോളാം. ഈ പറയുന്ന പോലെ വലിപ്പമില്ല. അപ്പൊ നമ്മൾ കൊഞ്ചും കരിമീനും കൂടിനകത്തെടുത്ത് തൂക്കണോ? ലാലാത്രാശം ഇടിഞ്ഞിട്ട് നമുക്ക് മീനൊന്ന് തൂക്കി നോക്കാം. ഓണാണോ? ഉണ്ടോ? ആദ്യം കൊഞ്ച് തന്നെ നമുക്ക്. അതെ, കരിമീനൊന്ന് നോക്കാം. ആ, 1 കിലോ 400 രൂപ. അടുത്തത് നമുക്ക് കൊഞ്ച് നമുക്ക് നോക്കാം. 1 കിലോ കൊഞ്ചേ ഉള്ളു. അവിടുന്ന് ഇത്ര ദൂരം വന്നിട്ട് ഇത്ര മീനേ ഉള്ളു. കാര്യം മീൻ തീരെ കുറവാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. തുളി വേണോ? തുളി മുള്ളാണ്.
അപ്പം നമുക്ക് ഈ മീൻ പുള്ളിക്ക് കൊടുക്കാം. ഞങ്ങളുടെ ഈ കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒന്ന് ഓക്കെ.